ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വാർത്തയിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്, എല്ലാവരും വീട്ടിലുണ്ടാകും. പക്ഷേ വാർത്തകളെ സംബന്ധിച്ച് അവധി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വാർത്തകൾ വിശദമായി നോക്കേണ്ടതുണ്ട്. ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്നും. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മളെല്ലാം വാർത്തകളുടെ ശ്രദ്ധാകേന്ദ്രം വയനാടാണ്. നമ്മൾ ഇന്നലെ വലിയൊരു പ്രതിഷേധം അവിടെ കണ്ടതാണ്. ഈ വന്യമൃഗശല്യം മൂലം പൊറുതിമുട്ടിയൊരു ജനത ആക്രമണങ്ങളിലേക്ക് കടന്ന അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇന്നുമുണ്ട്. നമുക്ക് ഈ വാർത്തകളിലേക്കും ഒപ്പം വിശേഷങ്ങളിലേക്കും ഒക്കെ കടക്കാം. ആദ്യം പ്രധാന വാർത്തയിലെ തലക്കെട്ടുകളിലേക്ക്. കാട്ടാനാക്രമണങ്ങളിൽ വയനാട്ടിൽ പ്രതിഷേധം ശക്തം. പള്ളികളിൽ നിന്ന് പ്രതിഷേധ സദസ്സ്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക്. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞ തുടരുന്നു. സർക്കാരിനെതിരെ ബിഷപ്പ് പാംബ്ലാനി. കർഷകരുടെ പ്രതിഷേധം സർക്കാർ കേൾക്കുന്നില്ല. വനം വകുപ്പിന്റേത് കർഷക വിരുദ്ധ സമീപനം. സാധാരണക്കാരന്റെ ജീവന് വിലയില്ലേ എന്നും ബിഷപ്പ്. സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ ചർച്ചകളിൽ CPM. 12 സീറ്റുകളിൽ ധാരണ. ഒരു മന്ത്രിയും 3 MLA-മാരും മത്സര രംഗത്തേക്ക്. BJP ദേശീയ കൺവെൻഷന് ഇന്ന് ഡൽഹിയിൽ സമാപനം. പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇംഗ്ലണ്ടിനെതിരായ 3-ാം ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി. വിശദമായ വാർത്തകൾ നോക്കാം. കാട്ടാനാക്രമണത്തിൽ വയനാട്ടിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നു. മാനന്തവാടി രൂപതയുടെ കീഴിലെ ഇടവകകളിൽ കുർബാനയ്ക്ക് ശേഷം പ്രതിഷേധ സദസ്സുകൾ ഉണ്ടാകും. ഈ മാസം 22-ന് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ ഏകദിന ഉപവാസവും പ്രതിഷേധ റാലിയും നടത്തും. വർദ്ധിച്ചുവരുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും വയനാടൻ ജനതയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് കളക്ടറേറ്റിൽ ഉപവാസ സമരം. 3 മണിക്ക് ബൈപ്പാസിൽ നിന്നും പ്രതിഷേധം ആരംഭിച്ച് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ജനരോഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി MP ഇന്ന് വയനാട്ടിലെത്തും. ന്യായയാത്രയ്ക്ക് ഒരു ദിവസം അവധി നൽകിയാണ് അദ്ദേഹം വയനാട്ടിലെത്തുന്നത്. കണ്ണൂരിൽ നിന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം വയനാട്ടിലേക്ക് പോവുക. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പയ്യമ്പള്ളിയിലെ അജീഷ്, പാക്കത്തെ പോൾ, കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുടക്കൊല്ലിയിലെ പ്രതീഷ് എന്നിവരുടെ വീടുകളിലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തും. വയനാട് പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ പോലീസ് ശക്തമായ നടപടിക്കൊരുങ്ങുന്നു. അക്രമ സംഭവങ്ങൾക്കെതിരെ പുൽപ്പള്ളി പോലീസ് കേസെടുക്കും. 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്യുക. വനംവകുപ്പിന്റെ വാഹനത്തെയും ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചതിനും മൃതദേഹം തടഞ്ഞവർക്കെതിരെയും പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞതിനുമാണ് കേസെടുക്കുക. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരിക്കും കേസ്. സർക്കാരിനെതിരെ ബിഷപ്പ് പാംബ്ലാനി. വാച്ചർ പോളിന്റെ മരണത്തിൽ വീഴ്ച സംഭവിച്ചു. സാധാരണ മനുഷ്യന്റെ ജീവന് സർക്കാർ നൽകുന്ന വിലയുടെ സൂചനയാണോ ഇത്? എയർ ആംബുലൻസ് സൗകര്യം ഒരുക്കിയില്ല. വന്യമൃഗശല്യങ്ങളിൽ കർഷകരുടെ പ്രതിഷേധം സർക്കാർ കേൾക്കുന്നുമില്ല. വനംവകുപ്പ് കർഷക വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നെന്നും പാംബ്ലാനി വിമർശിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഒരു മനുഷ്യജീവൻ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. കിടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു രോഗിയെ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തുക, എയർ ആംബുലൻസ് വിളിച്ചു വരുത്തുക, അത് എറണാകുളത്ത് പോയി സീറ്റ് നന്നാക്കി വരണമെന്ന് പറയുക, അതിനിടയിൽ റോഡ് മാർഗം കൊണ്ടുപോവുക, റോഡ് മാർഗം ആശുപത്രിയിൽ എത്തിച്ച ഉടനെ തന്നെ രോഗി ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക, ഇതൊക്കെയും ഈ സാധാരണ മനുഷ്യന്റെ ജീവന് സർക്കാർ കൊടുക്കുന്ന വിലയുടെ സൂചന മാത്രമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മനുഷ്യജീവന് ഈ സംസ്ഥാനത്തുള്ള വില എന്തുമാത്രമുണ്ട് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു.
അവിടെയും ഇവിടെയും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് അതിഭയാനകമായ മനുഷ്യഹത്യകൾ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യം. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മനുഷ്യർ മരിക്കുന്നത് ഒരു നിത്യസംഭവമായി മലബാർ മേഖലയിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. നമുക്കറിയാം, ഈ ഒരു വിഷയത്തിൽ എല്ലാ കർഷക സംഘടനകളും കർഷകരും തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. എന്നാൽ അത് ബധിര കർണങ്ങളിലാണ് പതിക്കുന്നത് എന്നും കർഷകർ വീണ്ടും വീണ്ടും കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് എന്നുള്ളത് ദുഃഖകരമാണ്. ഏറ്റവും ഒടുവിൽ വനപാലകരിൽ ഒരാൾ തന്നെ ഇപ്രകാരം കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടത്ര സാധ്യതകൾ വയനാട്ടിൽ ഇല്ലാതെ പോയത് ആ ഒരു മരണം ക്ഷണിച്ചു വരുത്തിയതിന് സമാനമാണ് എന്ന് നമുക്കറിയാം. 12 സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികളായി. എറണാകുളം, മലപ്പുറം, പൊന്നാനി സീറ്റുകളുടെ ചിത്രമാണ് ഇനി തെളിയാനുള്ളത്. ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും, ഒരു മന്ത്രിയും, 3 MLA-മാരും 3 ജില്ലാ സെക്രട്ടറിമാരും അടങ്ങുന്ന പ്രബലമായ സ്ഥാനാർത്ഥി പട്ടികയാണ് CPM തയ്യാറാക്കുന്നത്. CPM സ്ഥാനാർത്ഥി ചിത്രം കൂടുതൽ വ്യക്തമായി. പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ A. വിജയരാഘവൻ പാലക്കാട് ജനവിധി തേടും. ജീവൻ മരണ പോരാട്ടത്തിൽ 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയാണ് CPM മത്സരരംഗത്തിറക്കുന്നത്. ഇതിൽ ആലത്തൂരിൽ മത്സരിക്കുന്ന K. രാധാകൃഷ്ണൻ മന്ത്രിയുമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ വടകരയിലും TM തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരം കരീം കോഴിക്കോടും മത്സരിക്കും. ശൈലജ മട്ടന്നൂർ MLA ആണ്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLA-യുമായ V. ജോയ് ആറ്റിങ്ങൽ കോട്ട തിരിച്ചുപിടിക്കാനിറങ്ങും. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ കാസർഗോഡ് മണ്ഡലത്തിലും, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂരിലും പോരിന് തയ്യാറായി കഴിഞ്ഞു. കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ നേരിടാൻ ചലച്ചിത്ര താരം കൂടിയായ M. മുകേഷ് MLA-യാണ് CPM കരുതിവയ്ക്കുന്നത്. ഇടുക്കിയിൽ മുൻ MP ജോയ്സ് ജോർജ് ഇത്തവണയും CPM-ന് വേണ്ടി രംഗത്തിറങ്ങും. ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പ് അവഗണിച്ച് ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫിനെ തന്നെ ഒരിക്കൽ കൂടി പരീക്ഷിക്കുകയാണ് CPM. ചാലക്കുടിയിൽ C. രവീന്ദ്രനാഥിനെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായമാണ് ജില്ലാ കമ്മിറ്റിക്കുള്ളത്. എന്നാൽ മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന നിലപാടിൽ രവീന്ദ്രനാഥ് ഉറച്ചു നിൽക്കുന്നു. മലപ്പുറത്തും പൊന്നാനിയിലും എറണാകുളത്തും വിജയസാധ്യതയുള്ള പൊതുസമ്മതരിലേക്കെത്താൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. നിലവിലെ സ്ഥാനാർത്ഥി പട്ടികയിലെ വനിതാ പ്രാതിനിധ്യം KK ശൈലജയിൽ ഒതുങ്ങുകയാണ്. അതുകൊണ്ടുതന്നെ എറണാകുളത്ത് ഒരു വനിതയെ മത്സരിപ്പിക്കാനാണ് സാധ്യത. 21-ന് സംസ്ഥാന സമിതി യോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. 27-ന് പ്രഖ്യാപനമുണ്ടാകും. പുതുമുഖങ്ങൾക്ക് പകരം പരിചയസമ്പന്നരായ മുൻനിര നേതാക്കളെ രംഗത്തിറക്കി പരമാവധി സീറ്റുകളിൽ വിജയമുറപ്പിക്കാനാണ് CPM ശ്രമം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഇന്ന് തൃശൂർ ജില്ലയിൽ വൈകിട്ട് 4-ന് പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻപിൽ നിന്ന് ജാഥയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണവേദിയായ തെക്കേ ഗോപുര നടയിലേക്ക് വരവേൽക്കും. പൊതുസമ്മേളനം മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി P. ചിദംബരം ഉദ്ഘാടനം ചെയ്യും. KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ മുഖ്യാതിഥിയാകും. കോട്ടയത്ത് മികച്ച വിജയപ്രതീക്ഷയെന്നാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. കേരളത്തിലെ അഴിമതി ഭരണത്തിനെതിരെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുമാകും പോരാട്ടമെന്നും അദ്ദേഹം ന്യൂസ് 18-നോട് പറഞ്ഞു. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ് ഒപ്പം ചേരുകയാണ്. കേരള കോൺഗ്രസിനെ എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് വലിയ ദൗത്യം. പ്രത്യേകിച്ച് എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ ദൗത്യമൊന്നുമല്ല. അതൊക്കെ ഞങ്ങൾ UDF ജയിച്ചിരിക്കും. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഇത് കേരള കോൺഗ്രസ് തമ്മിലുള്ള പോരാട്ടമാണ്. പോരാട്ടം എന്ന് പറയുന്ന ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തണമോ, മതേതരത്വം നിലനിൽക്കണമോ, ജനാധിപത്യ സ്ഥാപനങ്ങൾ ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കണമോ, മാധ്യമങ്ങൾ സ്വതന്ത്രമായി ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ അഴിമതി നിറഞ്ഞ ഭരണം, അതിനെതിരെയുള്ള വലിയൊരു വിധി തീർപ്പ്, അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക, അതിനൊന്നും മുന്നണി വിട്ടുപോയി, മുന്നണിയെ ചതിച്ചുപോയി എന്നൊക്കെയാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ തീരുമാനമെടുക്കും. മുന്നണി വിട്ടുപോയതിന് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കും. ഐക്യ ജനാധിപത്യ മുന്നണിയെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ വിജയിപ്പിക്കും. പുറത്തുള്ള പ്രചരണം, പുറത്തു നിന്ന് വന്ന സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അവർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ പ്രചരണം പറയുമ്പോൾ അതിൻ്റെ തൊട്ട് വലതുവശത്തിരിക്കുന്ന ആരാണ്? ശ്രീ റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹത്തിൻ്റെ നാട് എവിടെയാണ്? അദ്ദേഹം പാല ചക്കാമ്പുഴ സ്വദേശിയാണ്. അദ്ദേഹം സ്ഥിരമായി മത്സരിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്കൊന്നും, ആ വാദഗതിക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ പറഞ്ഞല്ലോ,
ഇടുക്കിയോ എറണാകുളമോ ജില്ലകളെന്ന് പറയുന്നത് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നതാണ്. കോട്ടയമാണ് പേരൻറ് ജില്ല, മാതൃജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. അതല്ലെങ്കിലും നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പുകൾക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് മത്സരിക്കാം. അതൊക്കെ വെറും അപ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ. അവർക്ക് ഒരു വിഷയവും കാതലായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും പറയാനില്ല. അതുകൊണ്ടാണ് ഈ ചിഹ്നത്തിൻ്റെ കാര്യവും സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ. അതേക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയട്ടെ. അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കേരളത്തിൽ കഴിഞ്ഞ 2.5 വർഷക്കാലം അധികാരത്തിലിരുന്നു കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കോട്ടയത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഇപ്പോൾ ശ്രീ ജോസ് കെ മാണി ആരംഭം കുറിച്ച സയൻസ് സിറ്റി പോലും എങ്ങും എത്താതെ കിടക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഒന്നും നടന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ്. പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും എന്തായാലും കോട്ടയം. തീർച്ചയായിട്ടും രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയമായിട്ടുള്ള ഫൈറ്റ് വരും. അതോടൊപ്പം തന്നെ ആസ്പദമായിട്ടുള്ള ഫൈറ്റ് കൂടിയായിരുന്നു. റബ്ബറൊക്കെ വലിയ പ്രശ്നം തന്നെ. തീർച്ചയായിട്ടും റബ്ബർ, അതുപോലെ തന്നെ മൊത്തം കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ പ്രചരണം നടത്തുക. UDF-ലേക്ക് തന്നെ UDF-ന്റെ കോട്ട തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടും 100% തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പാർട്ടി പോലെ പ്രവർത്തിച്ച് UDF-ന് വേണ്ടി കോട്ടയം മണ്ഡലം തിരിച്ചു പിടിച്ചു. പല സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അതൊന്നും അതിലൊന്നും അത് വെറും തെറ്റിദ്ധാരണ. അങ്ങനെയില്ല. ഞാൻ പറയട്ടെ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. ആ ആഗ്രഹം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ കാര്യങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തു കഴിയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആ തീരുമാനത്തിന് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല. എന്തായാലും ആശംസകൾ ഫ്രാൻസിസ് ജോർജ്. ശക്തമായ പോരാട്ടത്തിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും, കൃത്യമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പങ്കുവെക്കുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, News 18 കോട്ടയം. കോട്ടയത്ത് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായ ആളാണ് ഇത്തവണത്തെ LDF സ്ഥാനാർത്ഥി എന്നത് അവർക്ക് ദോഷമാകുമെന്ന് മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് PC തോമസ്. ഫ്രാൻസിസ് ജോർജിന്റെ വിജയം ഉറപ്പാണെന്നും PC തോമസ് അവകാശപ്പെട്ടു. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയായിരിക്കുന്നു ഫ്രാൻസിസ് ജോർജ് വന്നിരിക്കുന്നു. എന്നോടൊപ്പം ഉള്ളത് PC തോമസ് ആണ്, കേരള കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം, എങ്ങനെ ഈ മണ്ഡലത്തിലെ സാധ്യത എങ്ങനെ? കഴിഞ്ഞ തവണ താങ്കൾ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അനുഭവമുള്ള ഒരു മണ്ഡലം കൂടിയാണല്ലോ. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ കാണുകയാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒരു MP എന്നുള്ള നിലയിൽ നല്ലതുപോലെ പ്രശോഭിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിനും നമ്മുടെ കേരളത്തിനും രാജ്യത്തിനും പ്രയോജനകരമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. അങ്ങയുടെ പേരൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു പ്രതികരണം എന്താണ്? ഒരു പാർട്ടിയാകുമ്പോൾ പല പേരുകളുമൊക്കെ ചർച്ച ചെയ്യപ്പെടും. അവസാനം പല കാര്യങ്ങൾ നോക്കി ഒരാളെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓരോ പാർട്ടി പ്രവർത്തകൻ്റെയും ചുമതലയാണ് പൂർണ്ണമായിട്ടും സെലക്ട് ചെയ്യപ്പെട്ട ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളത്. അതാണ് ആരുടെ പേര് വന്നാലും അവരെല്ലാം ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇത്തവണത്തെ ഒപ്പമുള്ള ആളാണ് സ്ഥാനാർത്ഥി. എന്താണ് അദ്ദേഹത്തോട് ആ ഒരു നിലയിൽ കോട്ടയത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടാനുള്ളത്? അല്ല, കോട്ടയം UDF-ന് വളരെ ഫേവറബിളായിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം UDF സ്ഥാനാർത്ഥി ഇവിടെ ഒരുമാതിരി നല്ല ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. മറ്റ് മുന്നണികൾക്കൊന്നും അത്രയും മുന്നോട്ട് വരാൻ പറ്റത്തില്ല. ആ നില ഇപ്പോഴും തുടരുകയാണ്. അതനുസരിച്ച് UDF-ന് ശക്തമായിട്ടുള്ള വിജയം ഉറപ്പാണ് എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ തവണത്തെ MP തന്നെയാണ് ഇത്തവണ, അതായത് പരിചയമൊന്നും വേണ്ടാത്ത ഒരാൾ തന്നെ മത്സരിക്കുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് LDF സ്ഥാനാർത്ഥിക്ക് ഇല്ലേ? അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് UDF-ന് വോട്ട് ചെയ്യുക എന്നാണ്. പക്ഷേ ഇത്തവണ അദ്ദേഹം നേരെ തിരിച്ച് വേറൊരു മുന്നണിയുടെ പേര് പറയേണ്ടി വന്നിരിക്കുന്നു. അത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്ഷീണമായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് നമ്പർ 1 കാരണം അതായിരിക്കും. ഈ നമുക്ക് ചിഹ്നമില്ല എന്നൊരു പ്രശ്നം പ്രധാനമായിട്ടും വരുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പലയിടത്തും തിരിച്ചടിയായെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ബാധിക്കുമോ? ചിഹ്നം ഒരു രജിസ്റ്റേർഡ് പാർട്ടി എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസിന് ഏതെങ്കിലും ഒരു ചിഹ്നം അപേക്ഷിച്ചെടുക്കാം. പക്ഷേ ഒരു റെക്കഗ്നൈസ്ഡ് പാർട്ടി ആയാൽ മാത്രമേ സ്ഥിരം ചിഹ്നം കിട്ടുകയുള്ളൂ. ഒരു MP ജയിച്ചാൽ കേരള കോൺഗ്രസ് റെക്കഗ്നൈസ്ഡ് പാർട്ടിയാകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പോടുകൂടി സ്ഥിരം ചിഹ്നം കിട്ടും എന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളെ കളിയാക്കുന്നത് ഇങ്ങനെ അംഗീകാരമില്ലാത്ത പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജോസ് കെ മാണിയും ഒക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അംഗീകാരമല്ല, രജിസ്റ്റേർഡ് ആണ്. പക്ഷേ അംഗീകൃത പാർട്ടി ആകണമെങ്കിൽ അതിന് നമ്പർ വേണം. ജോസ് കെ മാണി നേതൃത്വം നൽകിയ പാർട്ടിക്കും ഇടയ്ക്ക് അംഗീകാരമില്ലാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അംഗീകാരം കിട്ടണമെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ കൂടി വിജയിച്ച് വരണം
എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അതിനുള്ളതാണ് എന്ന് ഞങ്ങൾക്ക് സംശയമില്ല. ചിഹ്നം അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ചർച്ചകൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എന്ത് ചിഹ്നം വേണം എന്നുള്ള കാര്യത്തിലൊക്കെ? ഇല്ല, അങ്ങനെ ചർച്ച ആയിട്ടില്ല. അത് UDF അല്ലേ, ഇപ്പോൾ പൊതുവായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കിയായിരിക്കും അവസാനം തീരുമാനിക്കുക. മണ്ഡലത്തിൽ താങ്കൾക്ക് ഒരുപാട് പേഴ്സണൽ വോട്ടുകൾ ഉണ്ട് എന്നുകൂടി കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടത് കൂടിയാണ്. ആ വോട്ടുകളെല്ലാം ഇത്തവണ സ്വാഭാവികമായിട്ട് ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത തന്നെയാണോ? എന്നാൽ കഴിയുന്ന രീതിയിൽ ആ വോട്ടുകളെല്ലാം ഫ്രാൻസിസ് ജോർജിന് വേണ്ടി ജയിക്കുക എന്നുള്ള ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുക. അതുപോലെ ഞങ്ങളുടെ പാർട്ടിയും, അതുപോലെ UDF-ഉം. BJP-യും NDA-യും ഇവിടെ ഒരു സ്ഥാനം എന്തായിരിക്കും? എന്താകും അവസ്ഥ? കഴിഞ്ഞ തവണ മത്സരിച്ച ആ മുന്നണി തവണത്തെ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ആ ചോദ്യത്തിൽ തന്നെ ക്ലിയർ ആയിരുന്നല്ലോ. അതുകൊണ്ട് ആ മുന്നണിക്കൊന്നും ഇവിടെ സാധ്യതയില്ല. അതാണ് PC തോമസ് നിലപാട് വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കപ്പെട്ട ആൾ കൂടിയാണ്. എന്തായാലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി, ഫ്രാൻസിസ് ജോർജിന് വേണ്ടി ശക്തമായി രംഗത്തുണ്ടാകും എന്ന് തന്നെയാണ് PC തോമസ് ഉറപ്പ് പറയുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, News 18 കോട്ടയം. എക്സാലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം നിയമപരമെന്ന കർണാടക ഹൈക്കോടതിയുടെ വിധി മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും വലിയ തിരിച്ചടിയാണ് നൽകിയത്. അന്വേഷണം തടയാൻ വീണ ഉന്നയിച്ച വാദങ്ങൾ നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കുന്ന കർണാടക ഹൈക്കോടതി വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വന്നിരുന്നു. 2021 ജനുവരിയിൽ ED നിർദ്ദേശപ്രകാരം CMRL എക്സാലോജിക് കരാർ പരിശോധിച്ചു. CMRL എക്സാലോജിക് ഇടപാടിൽ 8 ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന ROC അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും വിധി പകർപ്പിന്റെ ഭാഗമാണ്. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ഹർജി തള്ളിക്കൊണ്ട് കർണാടക ഹൈക്കോടതിയുടെ 46 പേജുള്ള വിശദമായ വിധിപ്പകർപ്പാണ് പുറത്തുവന്നത്. SFIO അന്വേഷണം പൂർണ്ണമായും നിയമപരമെന്നും അന്വേഷണം റദ്ദാക്കാനോ തടയാനോ കഴിയില്ലെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. അന്വേഷണം റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി വീണ ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കില്ല. അന്വേഷണം ഏത് ഘട്ടത്തിലാണ് SFIOക്ക് കൈമാറേണ്ടത് എന്നത് കൃത്യമായി നിയമം അനുശാസിക്കുന്നുണ്ടെന്നും വിധിയിലുണ്ട്. ഇത് ശൂന്യതയിൽ നിന്നുള്ള അന്വേഷണമല്ല. 2020 ജൂലൈയിൽ തന്നെ ROC അന്വേഷണം ആരംഭിച്ചിരുന്നു. 2021 ജനുവരിയിൽ ED നിർദ്ദേശപ്രകാരം CMRL എക്സാലോജിക് കരാർ പരിശോധിച്ചു. CMRL എക്സാലോജിക് ഇടപാടിൽ 8 ക്രമക്കേടുകൾ കണ്ടെത്തിയ ROC റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും വിധിപ്പകർപ്പിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. CMRLും എക്സാലോജിക്കും നൽകിയ പല വിവരങ്ങളും അപൂർണവും സംശയാസ്പദവുമാണെന്ന ROC റിപ്പോർട്ടുകളുടെ ഉള്ളടക്കവും വിധിയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കർണാടക. BJPയുടെ 2 ദിവസത്തെ ദേശീയ സമ്മേളനം ഇന്ന് സമാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തോടുകൂടിയായിരിക്കും ദേശീയ കൺവെൻഷൻ അവസാനിക്കുക. പൊതു തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിന്റെ ഔദ്യോഗിക തുടക്കവും ഇന്നുണ്ടാകും. 11,000-ലധികം BJP നേതാക്കളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. UPയിൽ നിന്നുള്ള 1347 നേതാക്കളും ഉത്തരാഖണ്ഡിൽ നിന്നുള്ള 250ഓളം നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ കർഷകന്റെ പേരിൽ വ്യാജ വായ്പ. കഴിഞ്ഞ 35 വർഷമായി ബാങ്കിൽ യാതൊരു ഇടപാടുകളുമില്ലാത്ത CPM പ്രവർത്തകനായ കർഷകന്റെ പേരിലാണ് LDF ഭരിക്കുന്ന ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 14 ലക്ഷം രൂപ വായ്പയെടുത്തതായി വ്യാജരേഖ പുറത്തുവന്നത്. പണമടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് റിക്കവറി നോട്ടീസ് വന്നതോടുകൂടിയാണ് പരാതിയുമായി കർഷകൻ രംഗത്ത് വന്നത്. ഇടുക്കി ദൈവമേട് സ്വദേശി ശശി പാപ്പനാണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പയും പലിശയും ചേർത്ത് 14 ലക്ഷത്തിലധികം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ഉടുമ്പൻചോല സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നോട്ടീസ് ലഭിച്ചത്. 2017 നവംബർ 29-ന് ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ശശി പാപ്പൻ വായ്പയെടുത്തുവെന്നും ഇതിൽ 4,896 രൂപ പലിശയും ചേർത്ത് 9,07,096 രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസ്. അന്നേ ദിവസം തന്നെ ബാങ്കിന്റെ കനകക്കുന്ന് ശാഖയിൽ നിന്ന് 2,42,365 രൂപ മറ്റൊരു വായ്പ എടുത്തിട്ടുള്ളതായും ഇതിൽ 1,70,700 രൂപ പലിശയും ചേർത്ത് 4,14,065 രൂപ അടയ്ക്കണമെന്ന മറ്റൊരു നോട്ടീസും ശശിപാപ്പന് ലഭിച്ചു. 2023 ഒക്ടോബറിലാണ് നോട്ടീസ് ലഭിച്ചത്. പിന്നീട് പലതവണ ബാങ്കിലെത്തി ഇക്കാര്യം അറിയിച്ചു. എന്നാൽ പലതവണ കയറിയിറങ്ങിയിട്ടും ബാങ്ക് അധികൃതർക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ബാങ്ക് നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് പരാതി. എൻ്റെ അറിവനുസരിച്ച് ഇന്ന് വരെ ഞാൻ കനകക്കുന്ന പോയിട്ടില്ല. എൻ്റെ അറിവനുസരിച്ച് ആളുകൾ പറയുന്നത് കനകക്കുന്ന ബാങ്ക് തുടങ്ങിയിട്ട് 7 വർഷമായില്ലെന്നാണ് പറഞ്ഞു. ഈ 7 വർഷം ആയാണ് എൻ്റെ നോട്ടീസിൽ കണ്ടിരിക്കുന്നത്. 7 വർഷം മുമ്പ് എടുത്തതായിട്ടാണ്. ഇങ്ങനെ ഇത്രയും ഈ 14 ലക്ഷം രൂപ എൻ്റെ മേൽ കെട്ടിവെച്ചു. ഞാൻ CPMൻ്റെ പ്രവർത്തകനും ബ്രാഞ്ച് മെമ്പറുമായിരുന്നു. ഇവിടെ ഭരണം നടത്തുന്ന CPMൻ്റെ ആളുകളാണ്
ഇവിടുത്തെ ബാങ്കിലെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ ഭരണസമിതി അംഗങ്ങളും അവരെ എനിക്ക് നേരെ ക്രൂരമായ രീതിയിൽ ഒരു വഞ്ചന ചെയ്തിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ രീതിയിൽ ഞാനിത് പ്രതികരിക്കുന്നു. 35 വർഷമായി ബാങ്കുമായി ഒരു ഇടപാടുമില്ലാതെ നിൽക്കുന്ന തനിക്ക് ഇത്തരത്തിൽ നോട്ടീസ് വന്ന സാഹചര്യത്തിൽ ബാങ്ക് അധികൃതർ മറുപടി പറയണമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശശി പാപ്പൻ വ്യക്തമാക്കി. വ്യാജ വായ്പയുടെ പേരിൽ അന്വേഷണം ഉണ്ടാകണമെന്നും തന്റെ പേരിലുള്ള നോട്ടീസ് പിൻവലിച്ച് ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ശശി പാപ്പൻ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. ആദ്യ വാർത്തയിലേക്ക് വളരെ വേഗം എത്താം, ഒരു ഇടവേളയ്ക്ക് ശേഷം.